ദിലീപ് സാറേ എങ്ങോട്ട് കാര്യങ്ങളൊക്കെ? നസീർ സാറേ, എസ് കെ സാറേ, അസൽ സാറേ, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോവാ. നല്ല ഹാപ്പിയാണുള്ളത്. അല്ല പിന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മൾ എന്താ നമ്മുടെ കുട്ടികളൊക്കെ ഇൻട്രാക്ട് ചെയ്യണം പറഞ്ഞുകൊണ്ട്. അതെ അതെ. അപ്പോൾ പിന്നെ എന്താ നമ്മൾ വളരെ നല്ല പ്രതീക്ഷയിലാണുള്ളത്. വി ആർ ഹാവിങ് ഇനഫ് ആൻഡ് മോർ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ എന്താ നല്ല റിസൾട്ട് കാര്യമായിട്ട് എന്താ ഒരുപക്ഷെ ആസ് യൂഷ്വൽ ഒരുപക്ഷെ എന്താ നീറ്റിന് ഇന്ത്യയിൽ തന്നെ പിന്നെ എന്താ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പാകത്തിനുള്ള കുട്ടികൾ ഇപ്പോൾ നമ്മുടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ ഞാനത് അത്രയും കോൺഫിഡൻസ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിത്ത് ഓൾ യുവർ സപ്പോർട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ദേ ഹാഡ് ബീൻ ഗിവൺ ദി അക്കാഡമിക്സ് വെരി വെൽ ഇൻ ദ സെൻസ് എന്താ പകുതി ക്ലാസ് എന്താ വീഡിയോ, പകുതി ക്ലാസ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രം ക്ലാസ്സിൽ, പിന്നെ പകുതി ക്ലാസ് ഓഫ്ലൈനായിട്ട് ക്ലാസ് റൂം കോച്ചിങ് അങ്ങനെയൊന്നും അല്ല കൊടുത്തേക്കുന്നത്. ഫുൾ അക്കാഡമിക്സ് നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഫുള്ള് പിന്നെ എന്താ കണ്ടൻറ്റ് നമ്മൾ ഓഫ്ലൈനായിട്ട് തന്നെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസ് ജെഇ മെയിൻസിൻ്റെ റിസൾട്ട് വരുമ്പോഴും നമ്മൾ കാര്യമായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സ്വന്തം റിസൾട്ട്. നമ്മുടെ മാത്രം റിസൾട്ട്. അതെ, കടം വാങ്ങി എടുത്ത റിസൾട്ടല്ല, കാശ് കൊടുത്ത് വാങ്ങിയ റിസൾട്ടല്ല, നമ്മുടെ സ്വന്തം റിസൾട്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് അത്രയും ഇൻറ്റഗ്രിറ്റി ഉള്ളതുകൊണ്ട് അവർ ആരുടെ ഇതിനും വഴങ്ങുകയില്ല എന്ന് നമുക്ക് പൂർണ്ണ പിന്നെ ബോധ്യമുള്ളതാണ്. അതിൻ്റെ പിന്നെ അതിനെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യ റാങ്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ മൊത്തം റിസൾട്ട്, അതായത് മുഴുവൻ കുട്ടികളുടെ റിസൾട്ട്. അതെ, അപ്പം ആദ്യ റാങ്കുകൾ ഞാൻ ആദ്യം പിന്നെ ഒന്ന് എംഫസൈസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അതർവൈസ് ഓൾസോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അക്കാഡമിക്സിൻ്റെ പ്രോഗ്രാം ഇങ്ങനെ ആയിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പക്ഷേ പ്ലസ് ടുവിൽ നിന്ന് നേരിട്ട് വന്ന കുട്ടികൾ, ഒരു പക്ഷേ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ റിപ്പീറ്റേഴ്സിലൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെയും യാതൊരു പരാതിയും ഇല്ലാതെയും അവരുടെ പേരൻസിന് പോലും പിന്നെ നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ച് പിന്നെ കാര്യമായിട്ടുള്ള പരാതികളൊന്നും ഇല്ലാതെ തന്നെ നല്ല അവർക്ക് വൃത്തിയായിട്ട് സന്തോഷമായിട്ട് അവർക്ക് അപ് ടു ദെയർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ പേരൻസിൻ്റെ കൂടി സാറ്റിസ്ഫാക്ഷൻ. ഇപ്പം പിന്നെ എന്താ കൃത്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ പിന്നെ ക്ലാസ് ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പിന്നെ എന്താ കൃത്യമായിട്ട് അവരെ ഫോളോ ചെയ്യും, പേരൻസുമായിട്ടൊക്കെ നിരന്തരമായിട്ടുള്ള ഇൻട്രാക്ഷനിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ റീസെൻ്റായിട്ട് അവർക്ക് പിന്നെ എന്താ ഇപ്പോൾ നീറ്റ് ബാച്ചിലെ കുട്ടികളാണെങ്കിൽ ദേ വിൽ ബി റൈറ്റിംഗ് ഇനിയുണ്ടല്ലോ കുറച്ച് ദിവസം കൂടി. അപ്പം ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ദേ വുഡ് ഹാവ് റിട്ടേൺ, അതായത് റിവിഷൻ എക്സാമിനേഷൻസ് മാത്രം, മൊഡ്യൂൾ എക്സാമിനേഷനും റിവിഷൻ ഫുൾ ടോപ്പിക്സ് എക്സാമിനേഷനുമായിട്ട് ദേ വുഡ് ഹാവ് റിട്ടേൺ അറൗണ്ട് 70 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ ടോപ്പിക്സ് പരീക്ഷ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് എന്താ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ് റൂം മെറ്റീരിയലിനകത്തുണ്ടല്ലോ. ആ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും പിന്നെ അവർക്ക് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസായിട്ട് ഓരോ ചാപ്റ്ററിലും ദേ വുഡ് ഹാവ് ഗോൺ ത്രൂ അറൗണ്ട് പിന്നെ എന്താ ഒരു 500-700 വരെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്ന് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഉത്തമ ബോധ്യത്തോടുകൂടി അവർ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മുടെ പരീക്ഷയ്ക്ക് കുട്ടികൾ പോവുകയാണെങ്കിൽ എവ്രി വൺ വിൽ ബി കമ്മിങ് ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്നുള്ളതാണ് നമ്മളുടെ ശുഭപ്രതീക്ഷ. അത് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് തന്നെ ഉണ്ടാവുമെന്നുള്ള അതാണ് ഞാൻ അഫ്സാറിനോട് തുടക്കത്തിൽ പറഞ്ഞത്. ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് നമ്മൾ കുട്ടികൾക്ക് പിന്നെ ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിത്ര ആ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സന്തോഷമാണ്, ഹാപ്പിനെസ് ആണുള്ളത്. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഒരു 2 ഇരട്ടി സ്റ്റെതസ്കോപ്പുകൾ വാങ്ങി. തീർച്ചയായിട്ടും സ്റ്റെതസ്കോപ്പും പിന്നെ എന്താ ഇപ്പോൾ അതെ ആദ്യ റാങ്കുകൾക്ക് ഇപ്പം പിന്നെ എന്താ സമ്മാനത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ പിന്നെ എന്താ നസീർ സാറ് പറയും. നസീർ സാറാണല്ലോ അതിൻ്റെയൊക്കെ എന്താ വളരെ ഹാപ്പിനെസ് ആയിട്ട് പറയുന്നത്. ഈ പ്രാവശ്യം കുട്ടികൾക്ക് 100% നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കാൻ പറ്റും. അതെ അതൊരു നമുക്ക് നമ്മുടെ മാത്രമല്ല എക്സ്ക്ലൂസീവായിട്ട് 100%. അതെ മാത്രമല്ല സാറേ, നമ്മളിപ്പം 100% ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇൻ കേസ് കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമായിട്ട് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് നമ്മൾ സ്പെഷ്യൽ ഡൗട്ട് ക്ലിയർ സെക്ഷനും അതോടൊപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ, നമ്മളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഓഫ്ലൈനിലെ കുട്ടികൾക്ക് ഫുൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസുഖം ഇപ്പൊ മെഡിക്കലി ഫിറ്റ് ഇല്ലാത്ത പ്രയാസം ഉണ്ടാവല്ലോ,
സ്വാഭാവികം ലീവ് വരും. അങ്ങനെ വരുന്ന കേസിലൊക്കെ കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇത് വേറൊരു അഡ്വാൻറ്റേജ് എന്താ, നമ്മുടെ ക്ലാസ്സുകൾ നല്ല കറക്റ്റ് 6 hours ക്ലാസ് കൊടുത്ത്, അതുകൊണ്ട് കുട്ടികൾക്ക് രാത്രിയിലും രാവിലെ കറക്റ്റ് ഒരു 5-8 മണിക്കൂർ പഠിക്കാൻ സമയമുണ്ട്. ഈ പലപ്പോഴും മണിക്കൂർ 10 മണിക്കൂർ ഒരേ സമയത്ത് കൊടുക്കില്ല. മാക്സിമലി എടുത്തേക്കുന്ന അവേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ യൂഷ്വൽ ക്ലാസ് അവേഴ്സ് 6 hours ആണെങ്കിൽ മാക്സിമലി കണ്ടിജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു എക്സാമിനേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ലേറ്റായിട്ട് വന്ന ബാച്ചിൽ വളരെ റെയർ കേസിൽ എന്താ വെച്ചാൽ 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ക്ലാസ് എടുക്കുക, 12 മണിക്കൂർ ഈ ക്ലാസ് എടുക്കുക, ആ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. അതായത് പല സ്ഥാപനം ചെയ്തെന്ന് വെച്ചാലേ ഈ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ, വലിയ ചാപ്റ്റേഴ്സ് അവരെന്ത് ചോദിച്ചാൽ ഓൺലൈനിൽ രാത്രി 2 hours 3 hours ക്ലാസ് കൊടുക്കുകയാണ്. എന്നിട്ടാണ് അവർ നവംബറും ഡിസംബറും പോർഷൻ എടുക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ കറക്റ്റ് 6 hours ക്ലാസ് കൊടുത്ത് കറക്റ്റ് ആ ടൈമിൽ തീർത്തു കൊടുത്തു. ഇനഫ് സ്റ്റഡി ലീവ് കിട്ടി. അല്ല, ഇതിൽ അഫ്സാർ ഇത് പറഞ്ഞപ്പോൾ അതെ, ഇപ്പം പിന്നെ ചില പേരൻസ് എങ്കിലും പിന്നെ എന്താ ഇങ്ങനെ സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്ത് പോർഷൻ തീരാത്തത്, അത് മറ്റുള്ള അവിടെ തീർന്നല്ലോ, തീർന്നിട്ടില്ലല്ലോ. നമ്മളുടെ അതിലെ അത് നമ്മൾ 2005 നമ്മൾ റേസ് തുടങ്ങണ കാലം മുതൽ തന്നെ നമ്മൾ പിന്നെ എന്താ അനുവർത്തിച്ച് പോരുന്നതാണ്. ദാറ്റ് ഹാസ് ബീൻ അവർ പോളിസി ആൻഡ് ദാറ്റ് വിൽ ബി കണ്ടിന്യൂയിങ്. കാര്യം കുട്ടികൾക്ക് പഠിക്കാൻ സമയം കൊടുത്തുകൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ പരീക്ഷകൾ നടത്തുക അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നൊക്കെ കുട്ടികളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പരിപാടി ജോലി ജോലി തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. എല്ലാ കാലത്തെയും പോളിസി. അതുകൊണ്ട് പഠിക്കാൻ സമയം കൊടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞ നസീർ നേരത്തെ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നേരിട്ട് ഇടപെട്ട് കുറേ കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുള്ള. ചില കുട്ടിക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് മിസ്സായിട്ടുണ്ടാകും, ചില കുട്ടികൾക്ക് ഫിസിക്സ്. അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് ക്ലാസ്സിൽ ആ ചാപ്റ്റർ എടുത്ത് ടീച്ചർ ഏതാണോ ആ ടീച്ചറെ പറഞ്ഞു വിട്ടിട്ട് ആ കുട്ടിക്കായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഡൗട്ട് ക്ലിയർ സെഷൻസിൽ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പഠിച്ച ടോപ്പിക്സിൽ നിന്ന് തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസൊക്കെ ചെയ്തു നോക്കുക. എന്നിട്ട് അതിൽ നിന്നുള്ള ഡൗട്ട്സ് അവരോടൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറയുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉത്തമ വിശ്വാസത്തോട് മുന്നോട്ട് പോകാം. നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്നതൊക്കെ കാര്യമായിട്ട് നന്നായിട്ട് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മെന്റർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. പരീക്ഷകൾ ധാരാളം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ശരിക്കും നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്, നല്ലോണം പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്, വേണ്ടത്ര ഡൗട്ട് ക്ലിയറൻസസ് കൊടുത്തിട്ടുണ്ട്, കുട്ടികളെ പിറകെ നടന്നവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പരീക്ഷ എഴുതുക, ഡോക്ടർ ആവുക, എഞ്ചിനീയർ പരീക്ഷ നടത്തുക മാത്രമില്ല, ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോൾ ഡീറ്റെയിൽ സൊല്യൂഷൻ കൊടുക്കുകയും അത് ഡിസ്കഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായി ഡിസ്കസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല ഇതിലെ നന്നായിട്ട് റിപ്പീറ്റർ ബാച്ച്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഡിയർ പാരൻസ്, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ കാലവും ഈ അക്കാഡമിക്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ കഴിഞ്ഞുപോയ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു അവരോട് ചർച്ച ചെയ്യും. അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കും. ജനറലി ചെറിയ പിന്നെ പ്രശ്നങ്ങളൊക്കെ അവർ പറയാറുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാവുന്നുള്ളൂ. ബട്ട് ദെൻ അവർ എനിക്ക് പല അനുഭവങ്ങളുള്ളത്, ഞാൻ പുതിയതായിട്ട് ഓരോ വർഷവും പുതിയ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഐ ഹാഡ് ഫേസ്ഡ് ഇനഫ് റെസിസ്റ്റൻസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി ചിൽഡ്രൻ. പക്ഷേ പിന്നെ ലേറ്റർ സ്റ്റേജ് പരീക്ഷയൊക്കെ കഴിയുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ, അവർ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഋത്തിക് ആണെങ്കിലും സ്മിഷ, ഋത്തിക്, അതേപോലെയുള്ള ഫാദിൽ ഇവരൊക്കെ വിളിച്ചിട്ട് ജെസ്സിയോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നത് ചെയ്തപ്പോൾ സാറത് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ ഞങ്ങൾ റെസിസ്റ്റ് ചെയ്തു. പക്ഷേ അത് ചെയ്ത് നന്നായി. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 3 ഘടകങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കുക, 2 ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇതിലൊക്കെ ഉപരിയാണ് ഇത് രണ്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾ ഈ 3ഉം അതിൻ്റെ ഈക്വൽ പ്രൊപ്പോർഷനിൽ ചെയ്തു വരുന്ന രീതിയിൽ കുട്ടികളുടെ അക്കാഡമിക്സ് പ്ലാൻ ചെയ്ത് മുൻകാലങ്ങളിൽ പോയ കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത്, ഒപ്പം നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, നമ്മുടെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും കൂടി ചേർന്ന് അക്കാഡമിക്സായിട്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാ സ്റ്റാഫും അതിൽ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷവും ഇപ്പോൾ എഴുതാൻ പോണ കുട്ടികൾക്കും അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആത്മവിശ്വാസത്തിലാണ്, എൻ്റെ കുട്ടികൾ ആത്മവിശ്വാസത്തിലാണ്, നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തിലാണ്. പേരൻസ് ധൈര്യമായിട്ടിരിക്കുക, കുട്ടികൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളെ തോൽപ്പിക്കാൻ, അതായത് നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റൂല. നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി വി വിൽ ബി കമ്മിങ് ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ്, പേരൻസ് എല്ലാവരും സന്തോഷമായിട്ടും നല്ല ആത്മവിശ്വാസത്തോടെ ഇരുന്നോളൂ. നമ്മുടെ സമയം വരാനിരിക്കുകയാണ്. അടുത്ത വർഷം ഈ കാലം നിങ്ങളെ ഏറ്റവും കൂടുതൽ മോഹിച്ച് ഒരു കോളേജിൽ നിങ്ങൾ പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. ഒറ്റ പോയിന്റ് കൂടി, മക്കളെ, നിങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കളെ.